കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നഗരസഭയിൽ 46,44,558 രൂപ വരവും 44,41,32,558 രൂപ ചെലവും 1,65,12,000 രൂപ നീക്കിയിരിപ്പുമായ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പാസാക്കിയതിനാൽ നഗരസഭാ ചെയർമാൻ റെജി ജോണാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സ്റ്റേഡിയം നിർമ്മാണത്തിനായി 1 കോടി രൂപയും കൂത്താട്ടുകുളം CHC ആയുർവേദ ആശുപത്രി, ഹോമിയോ ഡിസ്പെൻസറി, കിഴകൊമ്പ് ആയുർവേദ ആശുപത്രി എന്നിവയുടെ നവീകരണം ഉൾപ്പെടെ 2,10,00,000 രൂപ വകയിരുത്തി. നഗരസഭയുടെ പുതിയ കാര്യാലയത്തിൽ 11 കോടി രൂപ വകയിരുത്തി. റിംഗ് റോഡ്, കുട്ടികൾക്കുള്ള പാർക്കുകൾ, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം, കാർഷിക മേഖലയിലെ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകി ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൌൺസിലർമാരായ പ്രിൻസ് പോൾ ജോൺ, സണ്ണി കുര്യാക്കോസ്, മർക്കോസ് സുലഹനാൻ, ബിജു ജോൺ, ഫിസി ഭാസ്കരൻ, ഷാജി ജോർജ്, ഷീബ രാജു എന്നിവർ സംസാരിച്ചു. കൂത്താട്ടുകുളം നഗരസഭ ബഡ്ജറ്റ് പൂർണ്ണത ഇല്ലെന്നും ബഡ്ജറ്റ് പൂർണ്ണ പരാജയമാണെന്നും LDF കൌൺസിലർമാർ ആരോപിച്ചു. നേരത്തെ ബഡ്ജറ്റ് ധനകാര്യ സ്ഥിരം സമിതിയിൽ പാസായില്ല. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലിസി ജോസ് അവതരിപ്പിച്ച ബഡ്ജറ്റ് നിർദ്ദേശം സമിതിയിലെ LDF അംഗങ്ങളായ സണ്ണി കുര്യാക്കോസ്, ഷീബ രാജു, ബിൻസി ബിജോ, സിന്ധു മനോജ് എന്നിവർ ഏകകണ്ഠമായി എതിർത്തു. കൃത്യവും വ്യക്തവുമായ കണക്ക് ഇല്ലാതെയാണ് ബഡ്ജറ്റ് രേഖകൾ തയ്യാറാക്കിയത്. ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ട ആരോഗ്യക്ഷേമ വികസന പദ്ധതികളൊന്നും അവതരിപ്പിച്ചില്ലെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു. ആദ്യത്തെ വർഷമായ 2026-27 വർഷത്തെ ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ സുസ്ഥിരമായ വികസനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ കർമ്മപദ്ധതികൾക്കാണ് ഈ ബജറ്റ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കാർഷിക, ഭവന, വിദ്യാഭ്യാസ, ശുചിത്വ, ഗതാഗത, കുടിവെള്ള മേഖലകളിൽ സമഗ്രമായ പദ്ധതികൾ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ചുമ്മാ കിടന്ന് വേണമെന്നും വെക്കണ്ടായിരുന്നു. ഇത് പറഞ്ഞ അല്ല, ഇത് പറയും അല്ല, ഇത് അതെ ഒരു കാര്യം പറയാം ഇത് ഞാൻ അവസാനിപ്പിച്ചു പോകാൻ വന്ന പക്ഷെ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടത് ചെയർമാനാണ്. ഞങ്ങൾ സൗമ്യമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു പോകാൻ വന്ന കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കൂത്താട്ടുകുളത്ത് നടപ്പാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ വളരെ കാര്യക്ഷമതയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ എല്ലാ മേഖലയിലും ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട സണ്ണി കുര്യാക്കോസ് പറഞ്ഞ ഞങ്ങൾ CSR ഫണ്ട് ഉൾപ്പെടെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പറഞ്ഞിരിക്കുന്ന 44,41,32,258 രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ 4 പേർ ബഡ്ജറ്റിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതിൻ്റെ കാരണം ബഡ്ജറ്റ് അപൂർണമാണ് എന്ന കാര്യം ഞങ്ങൾ വിയോജനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. കണക്കുകൾ തമ്മിൽ പൊരുത്തമില്ല എന്ന കാര്യവും ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോയത്, അല്ലെങ്കിൽ പാസ്സാക്കാൻ കഴിയാതെ പോയത് എന്ന കാര്യം നിങ്ങളെ ഇവിടെ മറ്റ് മാധ്യമങ്ങളും എല്ലാവരും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം ഞാൻ അടിവരയിട്ട് പറയാനിടയായിട്ടുള്ള കാര്യം. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. ഇവിടെ കൂത്താട്ടുകുളം നഗരസഭയുടെ 127 പ്രോജക്റ്റുകളും ആ പ്രോജക്റ്റുകൾ ജില്ലാ പ്ലാനിങ്ങിൻ്റെ അനുമതി ലഭിക്കുന്നതോടുകൂടി ആ പ്രോജക്റ്റുകൾ ഈ ബഡ്ജറ്റിലേക്ക് വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ പ്രോജക്റ്റും ഡീറ്റെയിൽഡായി ഇപ്പം തരിശുഭൂമി കൃഷിക്ക് തുകയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃഷിയുടെ ഒരു ഹെഡിൽ ഫണ്ട് അലോക്കേഷൻ മതി. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് പിന്നീട് നഗരസഭ പ്രോജക്റ്റ് തയ്യാറാക്കി എസ്റ്റിമേറ്റ് എടുത്ത്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ.
ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.